മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂരിൽ യാത്രാമധ്യേ KSRTC ബസ് വഴിയരികിൽ ഒതുക്കി നിർത്തി ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് സംഭവം. ദേശീയപാത പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. തൃശൂരിൽ യാത്രാമധ്യേ KSRTC ബസ് വഴിയരികിൽ ഒതുക്കി നിർത്തിയ ശേഷം ഇറങ്ങിപ്പോയ ഡ്രൈവറെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശിയായ ബാബുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ദേശീയപാതയിൽ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് യാത്രാമധ്യേ വഴിയരികിൽ ഒതുക്കി നിർത്തി ഇറങ്ങിപ്പോയ ഡ്രൈവറെയാണ് പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ വൈകിട്ട് 5-5:30 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പാലിയേക്കര പുതുക്കാട് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് എത്തിയപ്പോഴാണ് ഡ്രൈവർ പൊടുന്നനെ ബസ് ദേശീയപാത ഓരത്തേക്ക് ഒതുക്കി നിർത്തി പെട്ടെന്ന് തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്താണ് കാര്യമെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും മനസ്സിലായില്ല. കണ്ടക്ടർക്ക് ഉൾപ്പെടെ മനസ്സിലായില്ല എന്താണ് പെട്ടെന്ന് ഇങ്ങനെ നിർത്തിപ്പോയ. ഈ സമയത്ത് 30ഓളം യാത്രക്കാര് ബസ്സിലുണ്ടായിരുന്നു. എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഡ്രൈവറാണ് ഈ മരണപ്പെട്ട ബാബു. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശിയാണ് ബാബു. 45 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെ ബസ് ഒതുക്കി നിർത്തിയപ്പോൾ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ അതിനിടെ വലിച്ചെറിഞ്ഞ് കണ്ടുവെന്നും പറയുന്നുണ്ട്. പിന്നീട് ബാബുവിനെ അവിടെ പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഇതിനിടെ 30ഓളം യാത്രക്കാരെ ഡ്രൈവർ ഇടപെട്ട് മറ്റൊരു ബസ്സിലേക്ക് കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു. പിന്നീട് ബസ് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി വൈകി വരെ തെരച്ചിൽ നടത്തിയും കണ്ടെത്താനായാലും പിന്നീട് ബന്ധുക്കളും അതുപോലെ KSRTCയിൽ നിന്നും ഒക്കെ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പിന്നീട് പോലീസ് ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ആ പ്രദേശത്ത് തന്നെ മണലിപ്പുഴയോട് ചേർന്നുള്ള ഒരു പ്രദേശത്താണ് ഈ ബാബുവിന്റെ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയതെന്ന് പറയുന്നു. പിന്നീട് വിശദമായി പരിശോധിച്ച് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ഈ റോഡിനോട് ചേർന്ന് സമീപത്ത് തന്നെയാണ് ഈ മണലിപ്പുഴ ഒഴുകി പോകുന്നത്. ഈ മണലിപ്പുഴയ്ക്ക് മുകളിലുള്ള പാലത്തിന് കീഴ്ഭാഗത്തായിട്ടുള്ള ഒരു മരത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇന്ന് രാവിലെ ബാബുവിനെ കണ്ടെത്തിയത്. എന്തായാലും ബാബുവിന്റെ മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാവാനുള്ള കാരണമെന്ന് ആർക്കും അറിയില്ല, ബന്ധുക്കൾക്കും അറിയില്ല എന്നാണ് പറയുന്നത്. കണ്ടക്ടർക്കോ ഈ സഹപ്രവർത്തകർക്കോ ആർക്കും അറിയില്ല. പൊടുന്നനെ ഇത്തരത്തിൽ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പൊടുന്നനെ വഴിയരികിൽ ദേശീയപാതയോരത്ത് നിർത്തി ഇറങ്ങിപ്പോയി ഇത്തരത്തിൽ തൂങ്ങി മരിക്കേണ്ട ഒരു സാഹചര്യം എന്താണെന്ന് ആർക്കും ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ അവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിലാണ് യാത്രാമധ്യേ KSRTC ബസ് വഴിയരികിൽ ഒതുക്കി നിർത്തി ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.